ജനയുഗം ദിനപത്രം ഫെബ്രുവരി 13 വ്യാഴാഴ്ച കുംഭമാസം 1-ാം തീയതി. AKSTU സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരുമെന്ന് കാഞ്ഞങ്ങാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. ബാനർ, കൊടിമര ജാഥകൾക്ക്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലി, പൊതുസമ്മേളനം, പുരസ്കാര സമർപ്പണം എന്നിവ ഇന്ന് നടക്കും എന്നാണ് വാർത്ത. ഇന്ത്യയിൽ അഴിമതി കൂടി. റാങ്കിങ്ങിൽ 3-ാം സ്ഥാനം താഴേക്കിറങ്ങി. ലോകത്തെ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം വീണ്ടും താഴേക്ക്. 180 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 96 കുറഞ്ഞു. 2023 93-ാം സ്ഥാനമായിരുന്നു ഇന്ത്യ. ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണലാണ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. 2 ലക്ഷം കോടി കടക്കുന്ന ചരിത്ര ബഡ്ജറ്റ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത ശേഷം വർധനവ് പരിഗണിക്കും. റബ്ബർ, നെല്ല്, തറവില വർധനവും പരിഗണനയിൽ എന്നാണ്. പരിഷ്കരണത്തിന് ശേഷം 2025-26 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റിനെ കുറിച്ച് കാണുന്നു. റവന്യൂ വരവ് 1,53,351.67 കോടി രൂപ. റവന്യൂ ചെലവ് 1,70,476.2 കോടി രൂപ. റവന്യൂ കമ്മി 27,124.53 കോടി രൂപ. സംസ്ഥാനത്തെ ചരിത്രത്തിലാദ്യമായി വരവും ചെലവും 2 ലക്ഷം കോടി രൂപ കടക്കുന്ന ബഡ്ജറ്റാണ് ഇത്തവണത്തേതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ബഡ്ജറ്റ് ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. 2,354 കോടി രൂപയുടേതാണ് ബഡ്ജറ്റ്. പെൻഷൻ പരിഷ്കരണം അവസാന ഗഡു അനുവദിച്ചു. സംസ്ഥാന സർവീസ് പെൻഷൻകാർക്ക് 11-ാം പെൻഷൻ പരിഷ്കരണ പ്രകാരമുള്ള കുടിശ്ശിക പെൻഷൻ, കുടുംബ പെൻഷൻ, DCRG, ടെർമിനൽ സറണ്ടർ മുതലായവ അവസാന ഗഡു അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. ഈ തുക ഈ മാസം തന്നെ വിതരണം ചെയ്യണമെന്നും ട്രഷറി ഡയറക്ടർമാർക്ക് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകി. ആദായ നികുതി ബിൽ ഇന്ന് പാർലമെന്റിൽ. പുതിയ ആദായ നികുതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. 6 പതിറ്റാണ്ട് പഴക്കമുള്ള 1961 ആദായ നികുതി നിയമത്തിന് പകരമായാണ് പുതിയ നിയമനിർമ്മാണം. ഉക്രൈനെ US കൈവിടുന്നു. അതിർത്തി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം അപ്രായോഗികമാണെന്നാണ് പറയുന്നത്. മോസ്കോ ഉക്രൈനെ കൈവിട്ട് US. 2014 മുമ്പുള്ള ഉക്രൈൻ അതിർത്തികൾ പുനഃസ്ഥാപിക്കുക എന്നത് അപ്രായോഗികമാണെന്നാണ് USന്റെ അഭിപ്രായം. മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാൻ ഗോത്ര സമൂഹങ്ങളുടെ അറിവ് ഉപയോഗിക്കും. മിഷൻ ട്രൈബൽ നോളജ് പദ്ധതിയുമായി വനം വകുപ്പ്. മനുഷ്യ വന്യജീവി സംഘർഷം വയനാടിന് 50 ലക്ഷം രൂപ അനുവദിച്ചു. വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ദുരന്ത നിവാരണ വകുപ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചു. വനാതിർത്തി പ്രദേശങ്ങളിലെ അടിക്കാട് വെട്ടുന്നത് അടക്കമുള്ള പ്രവർത്തികൾക്ക് ഈ തുക വിനിയോഗിക്കാമെന്ന് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിൽ വ്യക്തമാക്കി. വയനാട്ടിൽ വീണ്ടും ആനക്കലി. യുവാവ് കൊല്ലപ്പെട്ട വാർത്ത കൽപ്പറ്റയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മലയോര ഹൈവേ ഉദ്ഘാടനം 15-ന്. നിർമ്മാണം പൂർത്തീകരിച്ച് മലയോര ഹൈവേയുടെ ഉദ്ഘാടനം 15-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കാക്കാടംപൊയിൽ ഭാഗമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 195 കോടി രൂപ ചെലവിട്ടാണ് ഈ ഭാഗത്തിന്റെ പണി പൂർത്തിയാക്കിയത് എന്നാണ് ജനയുഗ റിപ്പോർട്ട്. കോടതി ഫീസ് വർധനവിനെതിരെ INL സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയ വാർത്തകളാണ്. AKSTUവിന്റെ സംസ്ഥാന സമ്മേളനം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലി ഇന്ന്. സംസ്ഥാനതല യുവജന കൺസൾട്ടേഷൻ ഇന്ന് കാണുന്നു. കേരള ബാങ്ക് ജീവനക്കാരുടെ ഹെഡ് ഓഫീസ് മാർച്ച്. 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ അംഗീകാരം. പീഡിയാട്രിക് സർജന്മാരുടെ ദേശീയ സമ്മേളനം നാളെ മുതൽ. അന്താരാഷ്ട്ര റേഡിയോ ദിനം ഇന്ന്. വിവര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ വളർച്ചയും പുത്തൻ പ്ലാറ്റ്ഫോമുകളുടെ വരവും പോക്കും വലിയ ചർച്ചയ്ക്കും വലിയ അന്വേഷണത്തിനും വഴി തുറക്കുമ്പോൾ മാറ്റമില്ലാതെ ലോകത്ത് ആശയവിനിമയത്തിനും വിനോദത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള ഒരു ശക്തമായ മാധ്യമമായ റേഡിയോ ഇന്ന് നിലകൊള്ളുന്നു. ഏറെ പരിണാമങ്ങൾ വന്നിട്ടുണ്ട്. ഉപയോഗക്രമത്തിലും പഴയതിൽ നിന്നും മാറ്റങ്ങൾ വിധേയമായിട്ട്. എന്നിട്ടും റേഡിയോ ജനങ്ങൾക്ക് മറക്കാനും ഉപേക്ഷിക്കാനും കഴിയാത്ത ഒരു മാധ്യമമായി നിലകൊള്ളാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇന്ന് അന്താരാഷ്ട്ര റേഡിയോ ദിനമായി ആചരിക്കുമ്പോൾ അതിൻ്റെ മേന്മ വിളിച്ചോതുന്നത്. ജനപ്രിയ പരിപാടികളുടെ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനം കവർന്ന ആകാശവാണിക്ക് ഇന്ന് ശ്രോതാക്കൾ കൂടി. അതേസമയം കേന്ദ്ര സർക്കാർ നയം മൂലം റേഡിയോ സ്റ്റേഷനുകളിലെ ആവശ്യത്തിന് സ്ഥിരം ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥയാണ്.
കരാറുവൽക്കരണവും ഈ മേഖലയ്ക്ക് തിരച്ചടിയായിട്ടുണ്ട്. പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. വനിതാ ദിനത്തിൽ നെഫർട്ടിയിലാകാം യാത്ര. ഈ വനിതാ ദിനം KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിനോടൊപ്പം ആഴക്കടൽ ആഡംബര കപ്പലായ നെഫർട്രിറ്റി ക്രൂസിലാക്കാം. KSRTCയും KSINCയും സംയുക്തമായാണ് ക്രൂയിസ് കപ്പൽ യാത്ര സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8-ന് KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരുക്കുന്ന കൊച്ചിയിലെ കപ്പൽ യാത്രയിൽ മനോഹരമായ കടൽ വിസ്മയങ്ങൾ കണ്ടാസ്വദിക്കാം എന്നാണ് ജനകീർത്തൻ റിപ്പോർട്ട്. ബന്ദികളുടെ മോചനം വൈകിപ്പിച്ചാൽ വെടിനിർത്തൽ പിൻവലിക്കുമെന്ന് ഇസ്രായേൽ പറയുന്ന മറ്റൊരു വാർത്ത. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതിന്റെ മുൻനിരയിൽ തീവ്ര വലതുപക്ഷക്കാർ. മറ്റൊരു വാർത്തയാണ്. റോഹിംഗ്യൻ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവേചനം പാടില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. ഡബിൾ ഡെക്കർ ബസ്സിലെ ദീപാലങ്കാരം രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി പറയുന്നു. പെൻഷൻ ഉത്തരവ് സ്വാഗതാർഹം. KWJ പറയുന്ന വാർത്ത കണ്ടിട്ടുണ്ട്. നാടിന്റെ പുരോഗതി, തൊഴിലാളികളുടെ അതിജീവനം, 100ന്റെ നിറവിൽ ഊരാളുങ്കൽ വാർത്ത വരുന്നു. ഡിജിറ്റൽ റീസർവേ 3ാം ഘട്ടം സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. നിലമ്പൂരിലെ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കരടി കൂട്ടിലായി. മറ്റൊരു സന്തോഷ വാർത്തയാണ്. നിയമപ്രകാരം വിവരം നൽകിയില്ലെങ്കിൽ നടപടിയെന്ന് കമ്മീഷൻ പറയുന്ന വാർത്തയും കാണുന്നു. പങ്കാളിത്ത പുരസ്കാരം കോടതിയിൽ. കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ ലേഖനം 6ാം പേജിൽ കാണുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാർ മുതൽ കൊങ്ങാണ്ടൂർ വരെയുള്ള പേരിൽ പുരസ്കാരം പ്രഖ്യാപിക്കും. അവാർഡ് തുക മുതൽ അനുമോദന സമ്മേളനം സംഘടിപ്പിക്കുന്ന ചെലവ് വരെ അവാർഡിനർഹരാകുന്ന എഴുത്തുകാർ നൽകേണ്ടതുണ്ട്. ആരുടെ പേരിലുള്ള അവാർഡാണ് വേണ്ടതെന്നും എഴുത്തുകാർക്ക് നിശ്ചയിക്കാം. റേറ്റ് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് വർത്തമാനം കോളത്തിൽ കുരിപ്പുഴ എഴുതിയിരിക്കുന്നത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷൻ എന്ന പ്രയോഗം സർവ്വസാധാരണമായിട്ട് അധികകാലമായില്ല. അതിനും വളരെ മുമ്പ് തന്നെ ഈ സമ്പ്രദായം പുസ്തക പ്രസാധന രംഗത്ത് നടപ്പിലാക്കപ്പെട്ടിരുന്നു. പ്രമുഖ പ്രസാധകർ സന്ദർഭം നൽകുന്നില്ല എന്ന അവസ്ഥ നിലനിൽക്കുന്ന കാലത്താണ് ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന നിലയിൽ ചെറു പ്രസാധകർ ഉദയം ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇവരുടെ പ്രവർത്തനം ആശ്വാസപ്രദവും മാതൃകാപരവുമായിരുന്നു. പിന്നീട് എല്ലാ പ്രസാധകരും എഴുത്തുകാരുടെ ചോരയൂറ്റിക്കുടിക്കുന്ന കൊതുകുമൂട്ടയുമായി. വലിയ രീതിയിലുള്ള വിശ്വാസവഞ്ചന ഈ രംഗത്തുണ്ടായി. കവി യശ പ്രാർത്ഥികളായ പാവങ്ങളിൽ നിന്നും ഈ മൂട്ടകൾ വലിയ തോതിൽ പണം ഈടാക്കി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടരുന്നത്. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിയമം മൂലം ചെറുക്കണമെന്നാണ് മുഖപ്രസംഗത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിൻ്റെ ഉൽപ്പന്നങ്ങളായ ദുർമന്ത്രവാദം, ആഭിചാര കർമ്മങ്ങൾ, അതുവഴി പെരുകുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവയും നേരിടാൻ നിയമനിർമ്മാണം എന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും, നിയമനിർമ്മാണ സഭയിൽ നിന്നും, സർക്കാരിൽ നിന്ന് തന്നെയും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പുരോഗമനപരമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്ക് പേരുകെട്ട കേരളം ഇക്കാര്യത്തിൽ കാഴ്ചവെക്കുന്ന ഉദാസീനത അത്യന്തം അപലപനീയമാണ് എന്നാണ് വാർത്ത. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിയമം മൂലം ചെറുക്കണം എന്ന് തന്നെയാണ് മുഖപ്രസംഗം പറയുന്നത്. കാലത്തിനൊപ്പം കരുത്തോടെ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയും സംസ്ഥാനത്തേക്ക് വിദേശ സർവകലാശാലയുടെ വരവും വലിയ ചർച്ചയാവുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇക്കാര്യത്തിൽ പുലർത്തുന്ന ജാഗ്രത കാണാതിരിക്കുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസം ഒരു കച്ചവടച്ചരക്കായി മാറുന്ന ഒരു സാഹചര്യത്തെയും AKSTU അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയ നേതൃത്വങ്ങളും വിദ്യാഭ്യാസ മന്ത്രിയും അക്കാദമിക വിദഗ്ധരും ഒത്തുകൂടുന്ന 28ാം സംസ്ഥാന സമ്മേളനം വിദ്യാഭ്യാസ മേഖലയ്ക്കും സംഘടനാ പ്രവർത്തകർക്കും പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് OK ജയകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. കേരളം ഇന്ത്യയിൽ ക്രമസമാധാന നില ഏറ്റവും ഭദ്രമായ സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. തെറ്റ് ചെയ്യുന്ന പോലീസുകാർക്കെതിരെ നടപടി എന്നും വാർത്തയിലുണ്ട്. മാർച്ചോടെ 260 പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുമെന്ന് മന്ത്രി റോഷി പറയുന്ന വാർത്ത. ബഡ്ജറ്റിൽ അധിക നിർദ്ദേശങ്ങൾ. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് പദ്ധതിക്ക് 2 കോടി രൂപ അനുവദിച്ച വാർത്ത. ദിഗംബര വിഭാഗത്തിന്റെ പിന്നോക്ക പദവി പഠനം ആവശ്യമെന്ന് മന്ത്രി പറയുന്നു. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വിപുലീകരണ നടപടി സ്വീകരിച്ചതായി മന്ത്രി. വ്യക്തമായ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമുള്ള ബഡ്ജറ്റെന്ന് PS സുബാൽ പറയുന്നു. UDF സീപ്ലൈൻ നടപ്പാക്കിയത് കൂടിയാലോചനയില്ലാതെ എന്ന്
മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്ന വാർത്ത കാണുന്നുണ്ട്. കിസ്ബി യൂസർ ഫീ വരുമാനം കൊണ്ട് തന്നെ വായ്പകൾ തിരിച്ചടയ്ക്കാനാകും. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്നു. 2.23 കോടി രൂപ ഓൺലൈൻ വഴി തട്ടിയെടുത്ത ആള് പിടിയിലായി. ഉയർന്ന താപനില മുന്നറിയിപ്പെക്കുറിച്ച് വാർത്ത കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച വാർത്ത. ഹജ്ജ് ഹൗസ് നിർമ്മാണം സ്വാഗതം ചെയ്ത് ഹജ്ജ് കമ്മിറ്റി. 18കാരി ജീവനൊടുക്കിയതിന് പിന്നാലെ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ. സ്വകാര്യ സർവകലാശാലകൾ ഇടത് നയമല്ല എന്ന് AVF പറയുന്ന മറ്റൊരു വാർത്ത. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹാജരായ വാർത്ത കാണുന്നു. തമ്പാനൂരിലും നെടുമ്പാശ്ശേരിയിലും ബോംബ് ഭീഷണി വാർത്തയും കാണുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് മുൻഗണന കാർഡ് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി GR അനിൽ പറയുന്നു. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് P സന്തോഷ് കുമാർ MP പറയുന്നു. സ്കൂളിൽ പോകേണ്ടെന്ന് യൂട്യൂബറുടെ ആഹ്വാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി. മാർച്ചിൽ പരീക്ഷ വരുന്നതിനാൽ ഇനി സ്കൂളിൽ പോയി സമയം കളയരുത് എന്ന നിലയിൽ യൂട്യൂബ് ചാനലിലുള്ള കുട്ടികളോട് ആഹ്വാനം ചെയ്ത യൂട്യൂബർക്കെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി നൽകി. പത്തനംതിട്ട SP-ക്ക് പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് പരാതി നൽകിയത്. യൂട്യൂബ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പരാതി നൽകിയതിന്റെ തുടർച്ചയായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGP നേരിൽ കാണാനും പരീക്ഷ എഴുതാൻ മതിയായ അറ്റൻഡൻസ് നിർബന്ധമാണെന്ന് മന്ത്രി അറിയിച്ചു. കയർ ബോർഡ് തൊഴിൽ പീഡനം കത്തുന്നു. ശബ്ദ സന്ദേശവും പുറത്തായി. കമൽഹാസൻ രാജ്യസഭയിലേക്ക്. നടൻ മക്കൾ നീതി മയ്യം നേതാവുമായ കമലഹാസൻ രാജ്യസഭയിലേക്ക്. തമിഴ്നാട്ടിൽ ജൂലൈയിൽ ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് കമലഹാസന് നൽകാനാണ് DMKയുടെ തീരുമാനം. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി ശേഖർ ബാലു കമലിനെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തീരുമാനം അറിയിച്ചു എന്നാണ് വാർത്ത. പിതാവ് അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് മക്കൾ ചേർത്തലയിൽ നിന്ന് റിപ്പോർട്ട്. ഭാര്യയുമായി ബലപ്രയോഗത്തിലുള്ള ലൈംഗിക ബന്ധം കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി പറയുന്ന വാർത്ത. വീണ്ടും വിവാദ പ്രസ്താവനയുമായി L&T ചെയർമാൻ. ധാരാളം സർക്കാർ ക്ഷേമനിധികൾ ഉൾക്കൊള്ളുന്നതിനാൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ജോലിയെടുക്കാൻ താല്പര്യമില്ല എന്ന് L&T ചെയർമാൻ SN സുബ്രഹ്മണ്യൻ. ജോലിക്ക് വേണ്ടി സ്ഥലം മാറിപ്പോകാൻ പോലും പലരും തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞു. യൂട്യൂബ് ഷോയിലെ അശ്ലീല പരാമർശം പങ്കെടുത്ത 40 പേർക്കെതിരെ കേസ് എന്ന് പറയുന്നുണ്ട് ബോംബെയിൽ നിന്ന് വാർത്ത. ഹനുമാൻ ക്ഷേത്രത്തിൽ മാംസകഷ്ണം സംഘർഷം പൂച്ച കൊണ്ടിട്ടതാണെന്ന് അധികൃതർ പറയുന്നത്. വാലന്റൈൻസ് ഡേ വിശേഷങ്ങളെക്കുറിച്ച് വരുന്നു. പ്രണയം മോക്ഷം തുടങ്ങിയ വാർത്തകളാണ്. വിഖ്യാതമായ റെയിൽവേ ടൂറുകളെ കുറിച്ച് വാർത്ത കാണുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് ഭാരത് ഗൗരവ് ട്രെയിൻ യാത്ര ബുക്കിംഗ് ആരംഭിച്ച വാർത്ത കാണുന്നു. ടൂറിസത്തിന് കരുത്തേക്കാൻ കടുത്ത വേനൽ തിരിച്ചടി. കേരളത്തിന്റെ കനത്ത ചൂട് നേട്ടമാകുന്നത് കൊടൈക്കനാൽ, ഊട്ടി പോലുള്ള അയൽ സംസ്ഥാനങ്ങളിലെ ഹിൽ സ്റ്റേഷനുകൾക്കാണ്. കഴിഞ്ഞ വർഷം റെക്കോർഡ് സഞ്ചാരികളാണ് ഈ സമയത്ത് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത്. കൃഷ്ണങ്കണിയാമ്പറമ്പിൽ സ്മാരകം മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന റിപ്പോർട്ട് കാണുന്നു. അഡാനിക്കായി പ്രതിരോധ നിയമവും മോഡി സർക്കാർ അട്ടിമറിച്ചു. അതിർത്തി സുരക്ഷയ്ക്ക് ഭീഷണി, പിന്നിൽ BJP നേതാക്കളുടെ സമ്മർദ്ദം എന്നാണ് വാർത്ത. വഖഫ് ഭേദഗതിക്കും ഒരു തെരഞ്ഞെടുപ്പിന് പിന്നാലെ കുടിയേറ്റ ബില്ലുമായി കേന്ദ്ര സർക്കാർ. വഖഫ് ഭേദഗതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിവാദ ബില്ലുകൾക്ക് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരെ കെട്ടുകെട്ടിക്കാനെന്ന പേരിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 പാർലമെന്റിൽ നടപ്പ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും. അമേരിക്കയിൽ ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കിയതിന് പിന്നാലെയാണ് പ്രിയ സുഹൃത്തായ നരേന്ദ്രമോദി അദ്ദേഹത്തിന് അനുകരിക്കാൻ തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിൽ വാർത്ത. AITAIM അധ്യാപക നിയമനം പട്ടിക വിഭാഗം 10% മാത്രം. മറ്റൊരു വാർത്ത. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിങ് 5 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഹാജിറയെന്നും ഇന്ദിരയെന്നും പേരായ 2 സ്ത്രീകളുടെ കഥയെക്കുറിച്ച് പറയുന്നു. ഹാജിറയെന്നും ഇന്ദിരയെന്നും പേരായ 2 സ്ത്രീകളുടെ കഥ ജാതിമത ബോധങ്ങൾക്കപ്പുറത്ത് ഹൃദയം ചേർത്ത് വെച്ച
നന്മ മാത്രം കയ്പ് മുതലായ രണ്ടുപേരുടെ ജീവിതമാണ്. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് ഇന്ദിരയെ കൈപ്പിടിച്ചു കയറ്റിയെന്ന ഹാജിറ എന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ. വീട് നിർമ്മാണത്തിന് സ്ഥലം വാങ്ങാൻ ഇന്ദിരയ്ക്ക് പണം നൽകുന്നത് ഓഫീസിൽ നിന്നും ഒരുമിച്ച് ജോലി ചെയ്യുന്നു എന്ന ബന്ധം മാത്രമുള്ള ഹാജിറയാണ്. മലപ്പുറം ജില്ലയിലെ പുളിമക്കൽ പ്രധാന റോഡിൽ നിന്ന് 2 കിലോമീറ്ററോളം ദൂരത്ത് ഒരു കുന്നിന് മുകളിലാണ് ഹാജിറയുടെ കൊച്ചുവീട്. സ്വന്തമായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശം 1 വർഷം മുമ്പാണ് ഹാജിറ നടത്തിയത്.